അവിടുന്ന് പലരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ, കട്ട സപ്പോർട്ടാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പം ഇതുപോലെ പണ്ട് ശബരിമല വിഷയം വന്ന സമയത്തും ഒരുപാട് പേര്, ഒരുപാട് ജനങ്ങൾ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് ഇതിന് അനുഗ്രഹം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് ഭയങ്കര വല്ലാത്തൊരു ഭയങ്കര ശബരിമല വിഷയം കുറെ കൂടെ സീരിയസ് ആണ്. അതായത് 4 സുപ്രീം കോടതി വെർഡിക്റ്റ് വന്നു, ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ഞാൻ അടക്കമുള്ള കുറച്ചു പേരാണ് അതിന് ഫൈറ്റിന് ഇറങ്ങിയത്. അപ്പോ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അപ്പൊ ഈ ട്രാക്ടറിൽ മറ്റേ ടാർപോളിൻ കെട്ടിക്കൊണ്ടുപോയി, അറസ്റ്റിന്റെ വിഷ്വൽ മീഡിയക്കാർക്ക് കിട്ടാതിരിക്കാൻ. അപ്പോ ദീപ നമ്മുടെ കൊട്ടാരക്കര ജയിലിന്റെ വെളിയിൽ വന്നിട്ട് സംസാരിച്ചതാണ് ഈ 4 മില്യൺ 5 മില്യൺ വ്യൂസിലേക്ക് പോയത്. അങ്ങനെയാണ് നാട്ടുകാർ അറസ്റ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് കുറെ കൂടെ സീരിയസ് ആയിരുന്നു. ദീപ അന്ന് ടെക്നോ പാർക്കിൽ ഒരു കമ്പനി വർക്ക് ചെയ്യായിരുന്നു. ആരൊക്കെയോ അങ്ങോട്ട് എഴുത്തയച്ചു, ദീപയെ ജോലിയിൽ നിന്ന് പുറത്താക്കണം, കാര്യം സുപ്രീം കോടതി വിധിക്കെതിരെ ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സീരിയസ് ആയ ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ വർക്ക് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അഗൈൻസ്റ്റ് ആണെന്ന് പറഞ്ഞു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ പറയുമ്പോ പോലും അവര് ഭയങ്കര റെസ്പെക്റ്റോടെ ആണ്. കാരണം എല്ലാവരുടെയും ഉള്ളില്, മെജോറിറ്റി ആളുകളുടെ ഉള്ളില് നമ്മൾ പറയുന്നതിൽ എന്തോ ഒരു സത്യം, ഒരു സെൻസ്. അതാണ് അവസാനം ജയിച്ചത്. ഈ 4 സുപ്രീം കോടതി വിധിന്യായം വന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരായിരുന്നു, മാധ്യമങ്ങൾ 99% എതിരായിരുന്നു. അവസാനം ഞങ്ങൾ വിജയിച്ചതിന്റെ കാരണം നമ്മൾ പറഞ്ഞതിൽ സത്യമുണ്ട് എന്നുള്ളത് തെളിഞ്ഞു. 2008 ഞാൻ ജോലിയിൽ നിന്നൊക്കെ മാറി നിന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഫൈനാൻഷ്യൽ ട്രബിൾ കാര്യങ്ങൾ വരും. ജോലിയിൽ നിന്ന് മാറിയുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന 1-2 ചാനലുകളിൽ നിന്ന് മാറി നിന്നു. അപ്പൊ ആ രീതിയിലൊക്കെ വളരെ പോസിറ്റീവായി പിന്നെ വന്നപ്പോ അതിനെ കുറിച്ച് അതൊക്കെ ഒരു ഭയങ്കര നമുക്ക് നല്ലൊരു സന്തോഷവും